അയ്യോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടാ. ഞാൻ ഏതോ രാമനായിരിക്കും എന്ന് വിചാരിച്ചാണ് വന്നത്. സത്യമായിട്ട് പറയാല്ല, ഞാൻ എടുത്തിട്ട് അലക്കാന്ന് വിചാരിച്ചതാണ്. ഇത് സാധനം കൊള്ളില്ലെങ്കിൽ എടുത്ത് പൂജാന്ന് വിചാരിച്ചാണ്. എന്റെ പൊന്നെ, ഇത് സംഭവം കിടും. നീ ഒന്ന് കുടിച്ചു നോക്കി. ഇഷ്ടപ്പെടണേ എന്താ പറയാ, ഇഷ്ടപ്പെടണേ. ആ ഇത് തായ്ലൻഡുകാരുടെ അമ്പലത്തിലെ പ്രസാദം. എനിക്കും എൻ്റെ വൈഫിന് റാമൻ എന്ന് പറഞ്ഞ വീക്ക്നെസ് ആണ്. ചേരാനിൽ ഒരു പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കടയിൽ റാമൻ വളരെ അഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. ഈ കടയുടെ പേരെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഏതാണ് കടയുടെ പേരെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഒരു വീടിൻ്റെ ഫ്രണ്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റ്, മുകളിൽ അടിയിൽ ഡൈനിങ് സ്പേസ് ഉണ്ട്. ബേക്താഷ് ചേരാനെല്ലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. പൊതുവെ എറണാകുളത്ത് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് റാമൻ കൊടുക്കുന്നത്. ഇവിടെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്തത് മിസോ ബ്രോത്ത് ബീഫ് റാമനും മാംഗോ സ്റ്റിക്കി റൈസും ആണ്. അനുപയ്ക്ക് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടും എനിക്ക് റാമൻ കഴിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നത്. കണ്ട ഊച്ചാരി ഫുഡ് ബ്ലോഗേഴ്സിനെ പോലെ ഓസിന് ഫുഡ് അടിച്ചോ പൈസ വാങ്ങിയോ ഫുഡ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരല്ല ഞങ്ങൾ. പൈസ കൊടുത്ത് ഫുഡ് കഴിച്ച് അഭിപ്രായം സത്യസന്ധമായിട്ട് തുറന്നു പറയുന്നവരാണ്. നല്ല സീ ഫുഡ് ഫ്ലേവർ. ഓക്കെ, കട്ടിയാക്കണം. ഫസ്റ്റ് തിങ് ബ്രോത്ത്. കിട്ടും എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. അയ്യോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലട്ടാ. ഞാൻ ഏതോ രാമനായിരിക്കും എന്ന് വിചാരിച്ചാണ് വന്നത്. സത്യമായിട്ട് പറയാല്ല, ഞാൻ എടുത്തിട്ട് അലക്കാന്ന് വിചാരിച്ചതാണ്. ഇത് സാധനം കൊള്ളില്ലെങ്കിൽ എടുത്ത് പൂജാന്ന് വിചാരിച്ചാണ്. എന്റെ പൊന്നെ, ഇത് സംഭവം കിടും. നീ ഒന്ന് കുടിച്ചു നോക്കി. പണി അറിയാവുന്നതാണ് എന്തായാലും ഇത് ചെയ്തേക്കാം. ബീഫ് കഴിച്ചു നോക്കും. അത് കഴിക്കേണ്ടി വന്നില്ല, മനസ്സിലായ ആ അവസ്ഥ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഓടിപ്പോയി കഴിക്കാൻ നിൽക്കണ്ട. എൻ്റെ ടേസ്റ്റ് ബഡ്സ് നിങ്ങളായിട്ട് ഒരു സാമ്യത ഉണ്ടാവില്ല. ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അനുഭവം ഒരു പ്രത്യേകത ഉണ്ട്. കഴിക്കുമ്പോൾ ഫുഡിലേക്ക് പോകും. അതിൻ്റെ കഴിച്ച എല്ലാം കഴിയുമ്പോഴേക്കും തിരിച്ച് നല്ല വരും. 2000 വീട് വരും, പക്ഷെ നോ ചേഞ്ച്. പണ്ടത്തെ ചങ്കര തെങ്ങുമ്പോൾ തന്നെ ഓലയും പിടിച്ച് പണിട്ട്. സംഭവം പൊളിയുടെ കിട്ടു. പ്രൈസും നല്ലതല്ലേ. ഇട്ടിട്ടുണ്ട്, ബോക്സോ ഇട്ടിട്ടുണ്ട്. അല്ല, ഇതിന്റെ ടേസ്റ്റ് തന്നെ ഭയങ്കര ഡിഫറെന്റ്. അതായത് ഞാൻ മിസോറാം കഴിച്ചിട്ടുണ്ട് നമ്മൾ വേറെ. ഇപ്പൊ ലിറ്റിൽ സോയിന്ന് കഴിച്ചിട്ടുണ്ട്, ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള യൂമിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് വേറെ, ഇത് റേ. പക്ഷെ ഇത് രണ്ടും കൊള്ളാം. അതും കൊള്ളാം, ഇതും കൊള്ളാം. ശരിക്കുള്ളത് നമ്മൾ ജപ്പാനിൽ പോയി കഴിക്കേണ്ടി വരും. എന്തായാലും പോകും. ഓ കിടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. പ്രൈസ് ഉണ്ട്, ലാഭവും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുന്ന റാമിന്റെ നേർ പകുതി. ഇനി ഇത് പറഞ്ഞു കഴിയുമ്പോൾ കൂട്ടുമാവോ? പേടിയാണ് ഇപ്പൊ പറയാൻ, സത്യം പറയാല. കിടു അനുഭവം എന്തായാലും കഴിച്ചിട്ട് പറയും. സൂപ്പ് ഒരുപാട് പൊക്കരുത്, പറന്നു പോകും. വേറെ ലെവലല്ലേ. എന്ത് തോന്നി പറ. നല്ല ടേസ്റ്റ്. ഒരു എന്താ പറയാ, ഇത്രയും ദിവസം ഈ നമ്മൾ മറ്റിടത്തൊക്കെ കുറച്ചും കൂടെ ഓയിലി കുറച്ച് കൂടുതലായിട്ടല്ലേ തോന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടി ഓയിൽ ഉണ്ടെന്നുള്ള അതിനകത്ത്. സെസമി ഓയിൽ അല്ലെങ്കിൽ ഫിഷ് ഓയിൽ എന്തെങ്കിലും ഫ്ലേവർ. ആ ഇറക്കിയിട്ടും നാവിൽ ആ രുചി ഇരിക്കണം. നല്ല സോഫ്റ്റാ. നൂഡിലെ ടെൻഡർനെസ് നമുക്ക് ജപ്പാനിൽ സെലക്ട് ചെയ്യാം. അവിടെ അങ്ങനെയുണ്ട്. ബീഫ് കഴിച്ചോട്ടെ. പ്രൈസ് എത്രയാന്ന് പറയട്ടെ? 399. ഞെട്ടിയില്ലേ? അതിനിപ്പോൾ കുറേ നാളായിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ്.
ഇത് കഴിക്കാൻ പോണത്. തായ്ലൻഡ് പോയിട്ട് മലേഷ്യ പോയിട്ട് കഴിക്കാത്തൊരു സാധനം. അതെ അതെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, വാങ്ങി വേണമെങ്കിൽ കഴിക്കാറ്, എന്നിട്ടും കഴിച്ചില്ല. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറയും അയ്യോ ഞാൻ മാംഗോ ചിക്കൻ റൈസ് ഇതുവരെ കഴിച്ചില്ല, ബ്ലാ 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 എന്ന്. മാംഗോ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഇതിനെപ്പറ്റി നല്ലത് എങ്ങാനും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചത് വേറെ ലെവലിൽ സാധനം ഇരിക്കുന്നത്. അല്ലാത്ത ഒരു മാങ്ങയുടെ വിഭവങ്ങളും എനിക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പച്ചമാങ്ങ എനിക്ക് ഇഷ്ടമാണ്, പച്ചമാങ്ങ ജ്യൂസൊക്കെ ഇഷ്ടമാണ്, കുലുക്കി ഇഷ്ടമാണ്. പക്ഷേ പഴുത്ത മാങ്ങയുടെ മിക്ക സാധനവും എനിക്കിഷ്ടമല്ല. കഴിക്ക്. ഞങ്ങൾ 1/2 ആക്കിയിട്ടുണ്ട്. ഇത് പ്രൂഫാണ്, അല്ലെങ്കിൽ അവളെ കുറച്ച് കഴിയുമ്പോൾ പറയേ ഏട്ടൻ കൂടുതലെടുത്ത് എനിക്ക് കുറച്ച് ദിവസമൊക്കെ പറയും ഇത് എൻ്റെ തെളിവ് കൂടിയാണ്. ഭാര്യ എന്നൊക്കെ പറയല് മാത്രമേ പക്ഷേ ഉണ്ടല്ല ഫുഡിന്റെ കാര്യത്തില് ഭയങ്കര കണക്ക് കുറച്ചില്ലാണ്. വേറെ ഒന്നിനും കണക്ക് കുറയില്ലെങ്കിലും ഫുഡിന് കണക്ക് കുറയും. ശരിക്കും ഈ സാധനത്തിന് എന്ത് ഇത്ര ഡിമാൻഡ് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. മാംഗോ സ്റ്റിക്കി റൈസ്. ആ നീയും ആദ്യമായിട്ടാണല്ലോ കഴിക്കണത്. സ്റ്റിക്കി റൈസ്, കുഴഞ്ഞു പോയ റൈസും കുഴഞ്ഞിരിക്കണം മാംഗോ. കാഴ്ചയിൽ അങ്ങനെയാണ് തോന്നുന്നത്. ആ തേങ്ങാപ്പാലാണല്ലേ അത്. ബ്യൂട്ടി അവളെ തീർത്ത് ഈ വൃത്തിയായിട്ട് പറയുന്ന എനിക്ക് അറിയായിരുന്നു. എനിക്ക് എത്രയാണ് അത്ര ഞാൻ അവളും കഴിച്ചത്. എന്നിട്ട് അവള് മറ്റേ അതെടുത്ത് കമത്തി. ഞാനിവിടെ കമത്തിയിട്ട് പോലും തീരുന്നില്ല. മാംഗോ സ്റ്റിക്കി റൈസ് ഇവിടെ പറത്തി കളയുന്നു. ഈ ഗൈസ് എന്ന് പറയാതെ വ്ളോഗിങ് പറ്റൂലല്ലേ. പണ്ടാരം ഞാൻ പലപ്പോഴും ശ്രമിക്കും, അന്നേരം നടക്കൂല. ആ എനിക്കത് കണ്ടിട്ട് അലാവുദ്ദീനും അത്ഭുതങ്ങളൊക്കെ ഓർമ്മ വന്നു. എന്താ പറയാ ഇഷ്ടപ്പെടണേ. ആ ഒന്നും മഞ്ഞില്ലല്ല. പറയത്തക്ക ഹൈപ്പിനൊത്തുള്ളതില്ല. എടോ ഇറക്കടോ എന്നിട്ട് പറ. ഇറങ്ങിയല്ലേ? നമ്മുടെ ജാസ്മിൻ റൈസ്, ആ സ്റ്റിക്കി റൈസിന്റെ പുറത്ത് നമ്മളുടെ ജാസ്മിൻ റൈസ് സ്റ്റിക്കി റൈസാ. ജാസ്മിന്റെ ഫ്ലേവർ ഉള്ള സ്റ്റിക്കി റൈസ് ഇല്ലേ, ആ സാധനം തന്നെയാണ് ഇത്. മുല്ലപ്പൂവിന്റെ മണം ഉണ്ടാ? പിന്നെ കൂടെ നമ്മുടെ മാങ്ങ നല്ല പഴുത്ത മാങ്ങയാണ്, പക്ഷെ അധികം മധുരമില്ല. കഞ്ഞി കുടിക്കണ പോലെ വന്നുണ്ടോ മധുരം ഇട്ടിട്ട്? ഇല്ല, എനിക്ക് പഴഞ്ചോറിന്റെ കൂടെ മാങ്ങ പൊളിയത് ഇങ്ങനെ പോലെ ഉണ്ട് കണ്ടിട്ട്. മാങ്ങ വേണ്ടെന്ന് ആണോ? അപ്പൊ കൊറേ ആൾക്കാർ വന്നിട്ട് എന്നെ പഞ്ഞിക്കിടാൻ വരും കേട്ടോ. അപ്പൊ കമന്റിൽ കൊറേ തെറി വരും. ഇപ്പൊ നീ ആരടാ സ്റ്റിക്കി റൈസിനെ പറയാന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിഷ്ടമല്ല. എന്നെ കൊണ്ട് ഓർമ്മിപ്പിക്കരുത്. തായ്ലൻഡ് പോയിട്ട് സ്റ്റിക്കി റൈസ് മേടിച്ചിട്ട് നൈസായിട്ട് എനിക്ക് വന്നിട്ട് എന്റെ പ്രോൺസ് എടുത്തോണ്ട് പോയത്. എനിക്കുണ്ടായ അനുഭവം ഞാൻ ഷെയർ ചെയ്തിട്ട് പോകുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് പോകുള്ളൂ. തായ്ലൻഡിൽ പോയപ്പോഴേക്കും ഞാൻ ടൊമ്യം ഗൂ എന്ന് പറഞ്ഞ വേറെ ലെവലിൽ മറ്റേ കൊഞ്ചൊക്കെ ഇട്ടുള്ള ഒരു കിടിലൻ സൂപ്പി നൂഡിൽ സാധനം മേടിച്ചിട്ടാ. ഇവളാണെങ്കിൽ എന്തോ ഒരു തൊലിഞ്ഞ സ്റ്റിക്കി റൈസ് വിത്ത് എന്തോ സാധനം മേടിച്ചു. ചിക്കൻ വിത്ത് സ്റ്റിക്കി റൈസ്. അവൾക്ക് ഇത് തന്നെ വേണം. എന്നിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോഴല്ലോ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി റോങ് ഐറ്റം ഓർഡർ ചെയ്തതാ. ഇവള് നൈസായിട്ട് ഇച്ചിരി കഴിച്ചിട്ട് ഏട്ടാ ഇത് കഴിച്ചു നോക്കുന്നു പറഞ്ഞാൽ അതങ്ങോട്ട് തന്നിട്ട് എൻ്റെ ടൊമ്യങ്കും എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ ടൊമ്യങ്കും കണ്ടിട്ടില്ല. അതാണ് അവസ്ഥ. ഒട്ടുമിക്ക ഭർത്താക്കന്മാർക്ക് ഈ അവസ്ഥ ഉണ്ടാവും കേട്ടോ. ആ എപ്പോഴും നിങ്ങളെന്നല്ല എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ സ്പൂണിൽ കൊടുക്കുക, ബൗൾ കൊടുക്കരുത്. മുട്ട അവർക്ക് മൊത്തത്തിൽ പിഴിഞ്ഞതിന് വരും ഹാഫ് ബോയിൽഡാക്കായിരുന്നു. അതാണ് അതിൻ്റെ റാമൻ്റെ ഒരു ശരിയായ രീതി. അത് ഡിപ്പെൻഡ് ചെയ്യും. ചിലത് TX ആയിരിക്കും. TX എന്ന് പറഞ്ഞ സാധനമുണ്ട്. ചിലതിൽ അതായിരിക്കും, ചിലതായിരിക്കും, ചിലതല്ലാതൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മുടെ മുഴുവനായിട്ട് ബോയിൽ ചെയ്യുന്നതിന് വരും ഒരു ഹാഫ് ബോയിൽഡ് സെമി ബോയിൽഡ് രീതിയിലാണ് കുറച്ചുകൂടി അടിപൊളിയാണ്. അത് മാത്രം ഇതിനകത്തൊരു നിറ്റ്പിക്ക് ചെയ്തൊരു ഒരേമായിട്ട് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ സാധനം സൂപ്പർ ആട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഫോർ ദ പ്രൈസ് ഓഫ് 399 അടിപൊളി. ദയവ് ചെയ്ത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് പൈസ കൂട്ടരുത്. അപ്പോൾ ഞാൻ എൻ്റെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു മാങ്ങ പൊളിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ തീർന്നിട്ടില്ല. ഇത്രയും മാങ്ങ എനിക്ക് വേണ്ട. എനിക്കൊരു പീസ് തന്നാൽ മതി. ബാക്കി മാങ്ങ തിന്നു നിർത്തോ. എനിക്ക് മാങ്ങ വേണ്ട. എത്ര മതി തിന്നത് ബാക്കി ഞാൻ കഴിക്കണം.
ഇത് കാണുമ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഈ ചില അമ്പലങ്ങളിൽ പോകുമ്പോ പ്രസാദം തരൂലേ? പാച്ചോറ്. എന്താ പാച്ചോറ്. പാച്ചോറ് അത് തന്നെ. ചോരല്ല, ചോറ്. എന്ത് സാധനം? ഇതാ അതുപോലെ അമ്പലത്തിലെ പ്രസാദം ഇല്ലേ? തായ്ലൻഡിലെ അമ്പലത്തിലെ പ്രസാദമാണ്. എനിക്കതല്ല ഉദ്ദേശം. എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളുടെ കൊഴുക്കട്ട ഉണ്ടാക്കില്ലേ, എനിക്ക് ആ കൊഴുക്കട്ടയുടെ രുചിയായിട്ട് എനിക്ക് തോന്നിയത്. റൈസ് തന്നെയാണ്. എന്തോലെ ഇങ്ങനെ പറയട്ടെ, ഈ മാംഗോ പ്യൂരി ഇല്ലേ, മാംഗോ പ്യൂരി അതുപോലെ ഇരിക്കുന്നു. അതായത് കുഴഞ്ഞൊരു അന്യായമായിട്ട് പഴുത്ത മാങ്ങ. അത് ഇതാണ് മൂവാണ്ടൻ മാങ്ങയാണ്. കാണുമ്പോ തന്നെ അറിയാം, കഴിക്കുമ്പോ തന്നെ മാങ്ങ അറിയില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയാനുള്ള. പക്ഷെ ഈ മാങ്ങ കൊണ്ട് തിന്നാട്ടാ ആദ്യമായിട്ടാണ് മാങ്ങയുടെ ഒരു സാധനം മാങ്ങ കാരണം ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് അല്ല ഗൈസ്, ഭാഗ്യം. ഇതെന്ത് തേങ്ങയാണിത്? എന്ത് സാധനമാണിത്? ഇതിനാണ് എത്ര വലിയ ഹൈപ്പ് പറഞ്ഞത്. ഇത് ഞാൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പാലായിട്ട് പോയപ്പോലെ അവിടെ തന്നെ വരുമല്ല പാൽപ്പായസം, അതെടുത്ത് ചോദിച്ചാൽ മതി എന്ന് തോന്നാൻ. എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. കൈ കൊടുക്കണം. ഇതേ എനിക്ക് തോന്നണ ഇത് അമ്പലത്തിലെ പാൽപ്പായസം ഉണ്ട് അവിടുത്തെ. ഇത് മാലയിലല്ലേ വരുന്നേ, ഇങ്ങനെ അമ്പലത്തിൽ തരും. ഇത് അതൊരു നല്ല രീതിയിൽ ഇതത് തന്നെ. ഒന്നെങ്കിൽ പണ്ട് തായ്ലാൻഡിൽ നിന്ന് ആൾ വന്നപ്പോ നൈസായിട്ട് അവൻ ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് സാധനം ഒരു ഡിഷ് അടിച്ചു മാറ്റി. അതാണ് സംഭവം. പണ്ട് യുദ്ധത്തിന്റെ സമയത്ത് എല്ലാം വന്നപ്പോഴേ ഏതെങ്കിലും നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ പ്രസാദം കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. അതെന്നെ നിങ്ങൾ പറയാം, ഇത് നോക്കി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണം? അമ്പലപ്പുഴ പായസം അല്ലെന്ന് അതുപോലത്തെ പായസം മറ്റേ ഇവിടെ നമ്മുടെ കലൂരുള്ള അമ്പലത്തിന്റെ പേരുന്ന എന്താ? നമ്മുടെ കലൂരുള്ള അമ്പലത്തിന്റെ പേര് പാവക്കുളം. പാവക്കുളം അമ്പലത്തിലും ഇതുപോലത്തെ സാധനം തരൂലേ? ഞാൻ കാര്യം പറയണത്, നിങ്ങൾ അമ്പലത്തിൽ പോണവര് പറ. ഞാൻ പണ്ട് പോയിരുന്നാണ് അത്. നല്ല രീതിയിൽ സ്റ്റിക്കി ആയിട്ടുണ്ട്. അല്ല ഞാൻ പറഞ്ഞ കറക്റ്റല്ല, ഞാൻ കളിയാക്കി പറയണല്ലേ, ഞാൻ ജെന്യുവനായിട്ട് പറയണേ. അതാണ് തായ്ലൻഡിലെ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഒട്ടിപ്പിടിച്ച ചോറ്. പ്രസാദം, ചോറ് പ്രസാദം. ഞാൻ പണ്ട് അഹാനയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അഹാന ട്രിവാൻഡ്രത്ത് പത്മനാഭന്റെ അവിടെ നിന്ന് പ്രസാദം കഴിച്ചിട്ടില്ലേ? അഹാന ഇതേപോലെ സ്റ്റിക്കി റൈസ് വരുത്തിച്ചിട്ടുണ്ടാക്കിയായിരുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച പോലെ അല്ല സ്റ്റിക്കി റൈസ്. മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ ഇങ്ങനെ എന്ത് കാറ്റഗറി പെടുത്തുന്ന ഒന്നും വിചാരിക്കരുത്. ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടു, നോ പ്രോബ്ലം, നോ സീൻ. എനിക്കിത് ഓവർ ഹൈപ്പായിട്ട് ഫീൽ ചെയ്യുന്നത്, നോട്ട് വർത്തി ഓഫ് ദ ഹൈപ്പ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഇത് ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ് മാംഗോ സ്റ്റിക്കി റൈസ്. എവിടെ വന്നാലും ആൾക്കാർ ഓർഡറാണ്. ഇത് എനിക്ക് പാകമാത്രമല്ല, ഇപ്പൊ ഇത് കഴിച്ചിരുന്ന എന്താന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഐ നെവർ വേസ്റ്റ് ഫുഡ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തിന്നേർക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ഇവര് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലാന്നല്ല, അങ്ങനെ മോശം പറഞ്ഞല്ല. അല്ലല്ലേ ഇവരുണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാധനം കണ്ടിട്ട് എന്ത് തോന്നിയാണ് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതെ, മലേഷ്യയിലും പാൽപ്പായസം അല്ല ഇത് തേങ്ങാപ്പാല്. ഈ ജാപ്പനീസുകാര് ഫ്രിറ്റേഴ്സ് എന്ന് പറയും, നമ്മളത് നാടൻ പഴംപൊഴി എന്നൊക്കെ പറയും. പഴംപൊരി പറയാൻ തന്നെ എനിക്ക് പാടാം. അല്ലെ ബജ്ജി, ഒണിയൻ ബജ്ജി എന്ന് പറയണ പോലെയൊക്കെ തന്നെ. ഇതെനിക്ക് അങ്ങനെ തോന്നണ്ട. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, തികച്ചും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അത്രോളും റാമൻ കിടു. ഇത് അമ്പലപ്പുഴയിൽ എന്താണ് എന്താണ് പാച്ചോറ് എന്തായിരുന്നു? എനിക്ക് പാച്ചുവിന്റെ അത്ഭുതങ്ങൾക്ക് എന്നൊക്കെ വന്നത് ഇത് തന്നെ പാച്ചോറ്. അതെ ഞാൻ തന്നെ ഇത് തായ്ലൻഡുകാരുടെ അമ്പലത്തിലെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പോട്ടെ, ഞങ്ങൾക്കൊരു സിനിമയുണ്ട്. അപ്പോൾ പ്രസാദമൊക്കെ കഴിച്ചു, അമ്പലത്തിൽ നിന്നും പോകുന്നു. ജാപ്പനീസ് അമ്പലത്തിൽ നിന്നും പെടാ. ടാറ്റാ. ഒരു തെറ്റുണ്ട്, ജാപ്പനീസ് മാത്രമല്ല, അത് പാനീഷ്യൻ കടയാണ്. ജാപ്പനീസ്, തായ് എല്ലാം പാനീഷ്യൻ കടയാണ്. ഈ സാധനങ്ങളെല്ലാം കിട്ടും, മലേഷ്യ ഐറ്റംസൊക്കെ. ടാറ്റാ. അപ്പോൾ എന്തായാലും വീണ്ടും വരുന്നുണ്ട്. എനിക്ക് റാമൻ ഭയങ്കരമായിട്ട് ബോധിച്ചു, അതുകൊണ്ട് ഞാൻ വീണ്ടും വന്നിട്ട് ബാക്കിയുള്ള റാമൻസും കൂടി ട്രൈ ചെയ്ത് നോക്കാം. വെജ് റാമൻ കഴിക്കാൻ മൈൻഡില്ല, പക്ഷേ ചിക്കൻ റാമൻ ഒന്ന് കഴിച്ചു നോക്കാം. പിന്നെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ട്, എല്ലാം കഴിച്ചു നോക്കാം. വേറെ വരവ് വരും. ടാറ്റാ.